RLV രാമകൃഷ്ണൻ കലാമണ്ഡലത്തിൽ ചൊവ്വാഴ്ച മോഹിനിയാട്ടം അവതരിപ്പിക്കും. കലാമണ്ഡലം വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിലാണ് സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങൾ നേതൃത്വത്തിൽ കലാമണ്ഡലത്തിൽ ഇപ്പോൾ ഒരു പ്രതിഷേധ പ്രകടനത്തോടൊപ്പം തന്നെ ഒരു മോഹിനിയാട്ടം കലാമണ്ഡലം കൂത്തമ്പലത്തിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അത് ഇന്നായിരുന്നു പറഞ്ഞിരുന്നത്, പക്ഷേ ചില സാങ്കേതിക കാരണവശാൽ അത് ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒരു നർത്തകൻ എന്നുള്ള രീതിയിൽ ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു മുഹൂർത്തമാണ്. കാരണം കേരളത്തിൽ ജനിച്ച ആരും നൃത്തവുമായി ബന്ധപ്പെട്ട ആരും സ്വപ്നം കാണുന്ന ഒരു സ്വപ്നഭൂമിയാണ് കലാമണ്ഡലവും. അതുപോലെ തന്നെ കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൽ നൃത്തം ചെയ്യുക എന്നുള്ളൊരു സംഭവം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും അത് തന്നെ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരാളായിരുന്നു. കലാമണ്ഡലത്തിലെ MPhil PhD ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ ഇതുവരെയും ചെലങ്ക കെട്ടാനായിട്ട് ഇപ്പോൾ ഡോക്ടറേറ്റ് ഒക്കെ നേടിയിട്ടുണ്ടെങ്കിലും ഒരു ചെലങ്ക കെട്ടാനൊരു അവസരം നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. കലാമണ്ഡലത്തിലെ നിളാ നൃത്തോത്സവം എന്ന് പറഞ്ഞ ഒരു ഏറ്റവും പ്രധാനമായ നൃത്തോത്സവമാണ്. അപ്പം അതില് എൻ്റെ ശിഷ്യഗണങ്ങളൊക്കെ നൃത്തം അവതരിപ്പിച്ചിട്ടും നമുക്കൊരു അവസരം ലഭിച്ചിരുന്നില്ല. അപ്പൊ നിളാ നൃത്തോത്സവത്തിന്റെ ഒരു പ്രധാന കാണിയായിരുന്നു. അതോടൊപ്പം തന്നെ കലാമണ്ഡലത്തില് ഏതൊരു നൃത്തവുമായി ബന്ധപ്പെട്ട് എന്തൊരു സെമിനാറുകളോ ക്ലാസ്സുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ അതിന് മുൻപിൽ ഞാനൊരു പ്രേക്ഷകനായിട്ട് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മനസ്സൊക്കെ എന്താ പറയുക തളർന്നിരിക്കുന്ന ഘട്ടത്തിൽ കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥി യൂണിയൻ ഏർപ്പാടാക്കിയിട്ടുള്ള ഒരു വേദി അത് വലിയൊരു എന്താ പറയുക ചവിട്ടുപടിയായിട്ട് ഞാൻ കാണുകയാണ്. തീർച്ചയായിട്ടും ഏറെ ആദരവോടെ കാണുന്ന പുണ്യഭൂമിയിലെ ആ വേദിയിൽ നൃത്തം ചെയ്യുക എന്നുള്ളത് ആ സങ്കല്പം അതും ആ മോഹം കൂടി പൂവണിയാണ്. വളരെയധികം സന്തോഷമാണ് ഈ സമയം നമുക്ക് തോന്നുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ തൃശ്ശൂരിൽ നിന്നും അനീഷ് ആന്റണി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അനീഷ്, നമുക്കറിയാം RLV രാമകൃഷ്ണനെതിരെ അധിക്ഷേപ പരാമർശം വരുന്നു. ഇതിൽ RLVക്ക് പിന്തുണയുമായി കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ ഒരു പ്രതിഷേധ സൂചകമായിട്ടാണ് ഇപ്പോൾ കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ ഒരു മോഹിനിയാട്ടം അവതരിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നത്. ഇന്നായിരുന്നു അത് പരിപാടി പറഞ്ഞിരുന്നത്, ഇപ്പോൾ അത് മാറ്റി എന്ന് പറയുന്നു. അങ്ങനെ ഒരു മാറ്റാനുണ്ടായ ഒരു സാഹചര്യം ഒക്കെ എന്താണ്? കലാമണ്ഡലത്തിലെ SFI വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി ഇന്ന് വൈകിട്ട് 5 മണിക്ക് സംഘടിപ്പിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒക്കെ ആയതിനാൽ, അവധി ദിനങ്ങളായതിനാൽ വിദ്യാർത്ഥികളിൽ പലരും വീടുകളിലും മറ്റും പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ വിദ്യാർത്ഥികളുടെ എണ്ണം കുറവായിരിക്കും ഒരുപക്ഷെ ഇന്ന് പരിപാടി നടത്തുകയായിരുന്നു. അതുകൊണ്ടാണ് ചൊവ്വാഴ്ചയിലേക്ക് മാറ്റിയത്. അവധി ദിനങ്ങൾ കഴിഞ്ഞ് തിങ്കളാഴ്ചയോടെ വിദ്യാർത്ഥികൾ തിരികെ കലാമണ്ഡലത്തിലെത്തും. അപ്പോൾ വലിയൊരു പങ്കാളിത്തം, ആളുകളുടെ ഒരു പങ്കാളിത്തം കൂടിയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ പരിപാടി മാറ്റാനുണ്ടായ കാരണത്തിന് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് നിരവധി വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിൽ വേണം RLV രാമകൃഷ്ണൻ അവിടെ കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കുന്ന ഒരൊറ്റ ലക്ഷ്യം കൊണ്ടും മാത്രമാണ് ഈ പരിപാടി ഇന്ന് 5 മണിക്ക് നിശ്ചയിച്ചിരുന്ന പരിപാടി ചൊവ്വാഴ്ച 5 മണിയിലേക്ക് മാറ്റിയത്. ഈ ഒരു അവസരവുമായി ബന്ധപ്പെട്ട് RLV രാമകൃഷ്ണൻ ഇപ്പോൾ പറഞ്ഞത്, അതായത് തന്റെ സ്വപ്നമാണ് ഈ ചൊവ്വാഴ്ച 5 മണിക്ക് നടക്കാൻ പോകുന്നത്. കാരണം താൻ അവിടെ MPhil ഉൾപ്പെടെ ചെയ്തിരുന്ന ഒരു ആളായിരുന്നെങ്കിൽ കൂടിയും ഇതുവരെയും ആ കലാമണ്ഡലത്തിൽ ഒരു ചിലങ്ക അണിയാനുള്ള ഒരു അവസരം തനിക്ക് ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ മാനസികമായി താൻ ഏറെ തളർന്നിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ സത്യഭാമയുടെ ഈ യൂട്യൂബിലുള്ള അധിക്ഷേപം, നിറത്തിലെയും അതുപോലെ ജാതിയെയും ഒക്കെയുള്ള അധിക്ഷേപം വന്നതോടുകൂടി ആകെ മാനസികമായി തളർന്നിരിക്കുന്ന ഘട്ടമാണ്. പക്ഷേ അതിൽ നിന്നുള്ളൊരു ചവിട്ടുപടിയാണ് ഇപ്പോൾ ഈ ലഭിച്ചിരിക്കുന്ന അവസരം. ഈ ചൊവ്വാഴ്ച കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൽ നൃത്തം ചെയ്യാനുള്ള അവിടുത്തെ SFI യൂണിയൻ വിദ്യാർത്ഥികൾ നൽകിയ ഒരു അവസരം, അതിനെ ചവിട്ടുപടിയായാണ് കാണുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിവാദ പരാമർശം യൂട്യൂബ് ചാനലിലൂടെ വന്നതിന് ശേഷം കേരളം ഒന്നാകെ ഈ RLV രാമകൃഷ്ണന് സോഷ്യൽ മീഡിയ വഴിയും നേരിട്ടും അല്ലാതെയും ഒക്കെ വലിയ പിന്തുണയാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾ ദിവസങ്ങൾ കഴിയുന്തോറും ഈ വിഷയത്തിൽ ഈ RLV രാമകൃഷ്ണന് പിന്തുണ വർദ്ധിച്ചു വരികയാണ്. നമുക്കറിയാം R ബിന്ദു മന്ത്രി ഉൾപ്പെടെ, അല്ലെങ്കിൽ വകുപ്പ് മന്ത്രി K രാധാകൃഷ്ണൻ ഉൾപ്പെടെ നിരവധി പേർ അദ്ദേഹത്തിന് പിന്തുണയുമായി എത്തി. ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം മനുഷ്യാവകാശ കമ്മീഷൻ ഈ പരാമർശത്തിനെതിരെ കേസ് എടുത്തിരുന്നു. മാത്രമല്ല ഇന്നലെ പാലക്കാട് അദ്ദേഹത്തിന് സമാന രീതിയിൽ വിദ്യാർത്ഥികൾ ഒരുക്കിയ വേദിയിൽ അദ്ദേഹം മോഹിനിയാട്ടം അവതരിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ചാലക്കുടിയിൽ DYFI തൃശൂർ ജില്ലാ കമ്മിറ്റി ഒരുക്കി നൽകിയ വേദിയിൽ അദ്ദേഹം മോഹിനിയാട്ടം അവതരിപ്പിച്ചു.
അവതരിപ്പിച്ചു. മാത്രമല്ല അവിടെ പ്രതിഷേധ യോഗവും നടന്നത്. ഈ പ്രതിഷേധ യോഗത്തിലും അദ്ദേഹം പങ്കെടുത്ത് സംസാരിച്ചു. എന്തായാലും നാളുകൾ കഴിയുന്തോറും ഈ RLV രാമകൃഷ്ണനുള്ള പിന്തുണ വേദികളിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് RLV രാമകൃഷ്ണൻ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. താൻ ഈ നൃത്തം ചെയ്യാൻ തന്നെയാണ് തന്റെ തീരുമാനം. ആരെല്ലാം വേദികൾ നൽകുന്നു അവിടെയെല്ലാം കഴിയാവുന്നത്ര വേദികളിൽ അദ്ദേഹം നൃത്തം ഈ മോഹിനിയാട്ടം അവതരിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമേ ഇനി അദ്ദേഹത്തിനുള്ളൂ എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ വിഷയം അറിഞ്ഞ് സുരേഷ് ഗോപി തൃശ്ശൂരത്തെ NDA സ്ഥാനാർത്ഥി, തൃശ്ശൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥിയെ സുരേഷ് ഗോപി ഫോണിലൂടെ അദ്ദേഹത്തിന് വിളിച്ച അവസരം നൽകിയിരുന്നു. ഈ മാസം 28-ന് ഭരണിക്കാവ്, അദ്ദേഹത്തിന്റെ കുടുംബക്ഷേത്രമായ കൊല്ലം ഭരണിക്കാവ് ക്ഷേത്രത്തിൽ 28-ന് അദ്ദേഹത്തിന് നൃത്തം അവതരിപ്പിക്കാനുള്ള ഒരു അവസരം നൽകാമെന്ന് പറഞ്ഞു. ആദ്യഘട്ടത്തിൽ അദ്ദേഹം അത് സ്വീകരിച്ചിരുന്നെങ്കിലും പിന്നീട് തിരക്കുകൾ മൂലം അതിന് പോകാൻ കഴിയില്ല എന്നും പറഞ്ഞിരുന്നു. ഇത് സമാന രീതിയിലാണ് ഇപ്പൊ ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തിന്റെ സ്വപ്ന ഭൂമിയായ കേരള കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൽ നൃത്തം അവതരിപ്പിക്കാനുള്ള ഒരു ക്ഷണം ലഭിച്ചിരിക്കുന്നത് അവിടുത്തെ SFI വിദ്യാർത്ഥി യൂണിയന്റെ. അദ്ദേഹം എന്തായാലും പറഞ്ഞു ഇതിന്റെ സ്വപ്നമാണ് അവിടെ ഒരു ചിലങ്ക അണിയുക എന്നത്, ചിലങ്ക അണിഞ്ഞ് നൃത്തം ചെയ്യുക എന്നത് അദ്ദേഹത്തിന്റെ സ്വപ്നമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഈ വിഷയം ഈ സത്യഭാമയുടെ ഈ യൂട്യൂബ് ചാനലിലൂടെയുള്ള അധിക്ഷേപം അദ്ദേഹത്തിന് നാൾക്ക് നാൾ പ്രസക്തി വർദ്ധിപ്പിച്ചു വരികയാണ്. സുധി, വ്യക്തമാണ്. അനീഷ് പറഞ്ഞതുപോലെ തന്നെ എല്ലാ തരത്തിലും RLVക്ക് പിന്തുണയാണ് നൽകുന്നത്. കലാമണ്ഡലം അടക്കം പൂർണ്ണ പിന്തുണ നൽകുന്നു. കലാമണ്ഡലത്തിൽ ചൊവ്വാഴ്ചയാണ് മോഹിനിയാട്ടം RLV രാമകൃഷ്ണൻ അവതരിപ്പിക്കുക. വിവരങ്ങളാണ് അനീഷ് ആന്റണി നൽകിയത്.